السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا. سبحان الله وبحمده بكرة وأصيلا. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. സഹോദരന്മാരെ, സഹോദരികളെ, നാം മുത്തഖീങ്ങളായി തീരുക. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ രണ്ട് ഈദുകളിൽ ഈദുൽ അദ്ഹ ദിനത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈദുൽ അദ്ഹ നമുക്കറിയാം, അത് ത്യാഗത്തിന്റെ അനുസ്മരണമാണ്. നമ്മൾ സ്വയം ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ്. തദ്ഹിയത്തുൻ നഫ്സ്, ജീവിതത്തെ പടച്ച തമ്പുരാനെ ബലികൊടുക്കുന്നതാണ്. ഹജ്ജിന്റെ സമാപനമാണ്. ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനപരമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ പടച്ച തമ്പുരാൻ അതങ്ങനെ തന്നെ പൂർത്തീകരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ഹജ്ജിന്റെ കൂടി ഒരു നാൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പരിമിതരായ ആളുകൾ അവരുടെ ത്യാഗോജ്ജലമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭം. നാം ഇബ്രാഹിമുമാരായി തീരാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മക്കളെ ഇസ്മായിലുമാരാക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ ഹാജറമാരാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈദുൽ അദ്ഹ നൽകുന്ന അതിമഹത്തായ സന്ദേശം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം ഖുർആൻ വരച്ചു കാണിക്കുന്നു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു അദ്ദേഹത്തോട്, ഇബ്രാഹിം, നീ സമർപ്പിതനാവുക, ഇതാ ഞാൻ എന്നെ സമ്പൂർണമായും സമർപ്പിച്ചിരിക്കുന്നു. ഒരു വേർതിരിവുകളുമില്ലാതെ, പോക്കറ്റുകളിൽ ഒന്നും സൂക്ഷിക്കാതെ, ഒന്നും എനിക്ക് വേണ്ടി കരുതി വെക്കാതെ
എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. ലോകത്തിന്റെ മുന്നിൽ അല്ലാഹു അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട മകനെ തന്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമാകുമ്പോൾ, അങ്ങനെയാണ് ഖുർആൻ വിവരിക്കുന്നത്, ഓടിച്ചാടി ഉപ്പയുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ഇബ്രാഹിം ഒന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം, ഈ ഇസ്മായിലിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവൻ അല്ലാഹുവാണ്. ഇബ്രാഹിം, നിന്റെ ജീവിതത്തിൽ നിന്നെക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ മാതാപിതാക്കളെക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാടിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ കർമ്മപദത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി ബോധ്യപ്പെടണം. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിൽ പ്രാർത്ഥിച്ചു നേടിയ മോനെ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, ആ മോനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് തെളിയിക്കണം. നമുക്ക് ആ ചരിത്രമറിയാം. അതിന്റെ അനുസ്മരണമാണ് ബലികർമ്മത്തിലൂടെ നാം നിർവഹിക്കുന്നത്. ബലികർമ്മമെന്നത് നാം അറുക്കുന്ന, ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ രക്തമല്ല, മാംസമല്ല. ലൻ യനാലുല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ. അല്ലാഹുവിന് അതിന്റെ മാംസം ആവശ്യമില്ല, രക്തം ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഇസ്മാഈലിനെ ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇസ്മാഈലുമാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ അതാണ് നമ്മുടെ ഇസ്മായിൽ. നമ്മുടെ മക്കളാവാം, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സമ്പത്താവാം, സ്ഥാനമാനങ്ങളാകാം, ദേഹേച്ഛകളാകാം, എന്തുമാകട്ടെ, അതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന പ്രഖ്യാപനമാണ് ബലി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിമി മില്ലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നമുക്ക് വരച്ചു കാണിക്കുന്നു ഒരു മാതൃകാ ഇസ്ലാമിക വ്യക്തിത്വത്തെ, ഒരു മാതൃകാ ഇസ്ലാമിക കുടുംബത്തെ, ഒരു മാതൃകാ ഇസ്ലാമിക സൊസൈറ്റിയെ, ഒരു മാതൃകാ ഇസ്ലാമിക രാജ്യത്തെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കർമ്മപദങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ അവയൊക്കെയുമുണ്ട്. മകൻ എന്തിനാണ്? ഞാൻ ഏറ്റെടുത്ത ദൗത്യ നിർവഹണത്തിന്. അല്ലാഹുവേ, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലാഹുവേ, ഞങ്ങളെ രണ്ടാളെയും, എന്നെയും എന്റെ പ്രിയപ്പെട്ട മോനെയും നീ നിനക്ക് സമ്പൂർണമായി സമർപ്പിച്ചവരിൽ പെടുത്തണം. ഞങ്ങളെ മക്കളെയും അങ്ങനെയാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ? പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യ സന്തതികളെ, മക്കളെ കൂട്ടിയിട്ട്, പടച്ചവനെ, ഞങ്ങളെ നീ സാലിഹീങ്ങളാക്കണം, ഞങ്ങളെ നീ മുത്തക്കീങ്ങളാക്കണം, നിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരുമാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ.
പടച്ചവനെ, ഇഖാമത്തുസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ പെടുത്തണം, എന്റെ മക്കളെ നീ പെടുത്തണം. എല്ലാ മക്കൾക്കും നൽകി. ഇപ്പോൾ അവരോടൊന്നും പറഞ്ഞുകൂടാ. പലതരം ഡിഗ്രിക്ക് പഠിക്കുന്നവരാണവർ, പല കോഴ്സുകളിൽ ചേർന്നവരാണവർ. സുബഹിക്ക് അവരെണീറ്റില്ലെങ്കിൽ അവന്റെ തിരക്കുകൊണ്ടാണ്, അവന് വായിക്കാനുള്ളത് കൊണ്ടാണ്, ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ന്യായങ്ങൾ മാതാപിതാക്കൾ കണ്ടെത്തുകയാണ്. വിളിച്ചുണർത്താറുണ്ടോ നിങ്ങൾ? എന്നോട് ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത് വമിൻ ദുരിയത്തി. അല്ലാഹുവേ, നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ പെടുത്തണം, എന്റെ മക്കളെ അങ്ങനെ ആക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, എന്റെ കുടുംബം, ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിഖീമസ് സ്വലാത്ത്. എന്റെ കുടുംബത്തെ ഞാനിതാ ആരാരുമില്ലാത്ത ഈ വാദിയിൽ, ഈ മലഞ്ചെരുവിൽ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നു. അല്ലാഹുവേ, അവരെ ദീനീ നിഷ്ഠയുള്ളവരാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഞങ്ങൾ ഈ പ്രസംഗം കേട്ട് പോയാൽ പോരാ, നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യണം. നമ്മുടെ മുൻഗണനാക്രമം തീരുമാനിക്കണം. കണ്ണു ചിമ്പുന്നതിന് മുമ്പ് അത്രയും സമയം നമുക്കില്ല മക്കളെ. നമ്മൾ ഓർക്കണമത്. നമ്മുടെ തലമുറ എങ്ങനെ വളരുന്നു, എന്റെ വീട് എങ്ങനെ വളരുന്നു, നമ്മുടെ പരിഗണനയിൽ ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ധീരന്മാരിൽ ധീരനായിരുന്നു. ആരെയും ഭയപ്പെട്ടില്ല, അല്ലാഹുവിനെ മാത്രം. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ അവരെ എല്ലാവരും ഭയപ്പെടും. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ. വർത്തമാനകാലം പോലും നമുക്കത് പറഞ്ഞു തരികയാണ്. ലോകത്തിലെ വൻ ശക്തികൾ, സൈനിസ്റ്റ് ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ, അവരെക്കാൾ എത്രയോ ദുർബലരായ, ഭൗതികമായ അർത്ഥത്തിൽ ദുർബലരായ ഒരു ജനതയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് ലോകം കാണുന്നത്. എന്തുമാത്രം പൊങ്ങച്ചം പറഞ്ഞാലും അടുത്ത സെക്കൻഡിൽ ഞങ്ങളൊക്കെ തകർത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞവർ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പേരിൽ അഭിമാനമുള്ളവരാവുക, ദീനിൽ ഇസ്സത്തുള്ളവരായി തീരുക, അതിനുയർത്തിപ്പിടിക്കുക, റബ്ബിനെ ഭയപ്പെടുക. ധീരതയോടൊപ്പം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനായിരുന്നു. അല്ലാഹു പോലും ആ കരുണ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ധിക്കരിച്ചവർ, നാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചവർ, തനിക്ക് വേണ്ടി തീക്കുണ്ടാരമൊരുക്കിയവർ, അവരുടെ കാര്യത്തിൽ അവസാനത്തെ അഭ്യർത്ഥന റബ്ബി ഇന്നഹുന്ന അളലൽന കതീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ നസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. പടച്ചവനെ, ഈ വിഗ്രഹങ്ങൾ, അതിന്റെ ആളുകൾ, പിശാചുക്കൾ ഒരുപാട് ആളുകളെ വഴികേടിലാക്കിയിട്ടുണ്ട്. ശരിയാക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു, ഞാൻ പണിയെടുത്തു. കുറച്ചാളുകൾ എന്റെ കൂടെയുണ്ട്, അവരെന്നിൽപ്പെട്ടവരാണ്. എന്നെ ധിക്കരിച്ചവരുണ്ടല്ലോ, നാട്ടിൽ നിന്ന് നാട്ടി ഓടിച്ചവർ, തീക്കുണ്ടാരം ഒരുക്കിയവർ, എന്നെ ദ്രോഹിച്ചവർ. അല്ലാഹുവേ ഫഇന്നക ഗഫൂറുർ റഹീം, നീ അങ്ങോട്ട് പുറത്തു കൊടുക്കൂ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന ഏകമാനവികതയുടെ സന്ദേശം അറഫയിൽ മുഴങ്ങിക്കേണ്ടത് അതാണ്. നിങ്ങളുടെ സൃഷ്ടാവൊന്നാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾ ലോകത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്.
സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാഴ്ചപ്പാടതായിരുന്നു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. ബലദൻ ആമിന, നിർഭയമായ ഒരു രാജ്യം, സമാധാനമുള്ളൊരു രാജ്യം. എല്ലാവർക്കും സമാധാനം ലഭിക്കണം. വൈവിധ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. അവ അംഗീകരിക്കുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ലഭിക്കണം, സമാധാനമുണ്ടാകണം. ഇസ്ലാം അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ധീരന്മാരാണെന്ന് പറയുമ്പോ അവരെടുത്തുചാട്ടക്കാരല്ല, അവർ മുൻകോപികളല്ല, അവർ യുദ്ധക്കൊതിയന്മാരല്ല. ലാ തതമന്നൗ ലിഖാഅൽ അദുവി, നിങ്ങൾ യുദ്ധത്തെ കൊതിക്കരുത്. ഷഹാദത്ത് മഹത്തായ പുണ്യകർമ്മമാണ്. അതേസമയം ലോകത്ത് യുദ്ധമുണ്ടാകണം, ശത്രുവുമായി ഏറ്റുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. പക്ഷേ അതിലേക്ക് സാഹചര്യം നിർബന്ധിച്ചാൽ അവരെങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ധീരരായിരിക്കണം. ധീരമായിട്ട് അതിനെ നിങ്ങൾ അഭിമുഖീകരിക്കണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സമാധാനത്തിന്റെ സന്ദേശം. ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഏകോദര സഹോദരങ്ങൾ റബ്ബിനെ വാഴ്ത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സമാധാനവും ശാന്തിയോടുമൊപ്പം വർസുഖ് അഖിലഹു മിനസ് സമറാത്ത്. നിങ്ങൾ നോക്കൂ, ഒരു ഇസ്ലാമിക സൊസൈറ്റിയുടെ ബാധ്യത പറയുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പുണ്യകർമ്മങ്ങൾ വിശദീകരിക്കുകയാണ്. അവരുടെ ഡ്യൂട്ടിയെ പറ്റി പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. നിങ്ങൾ നിലകൊള്ളേണ്ടത് അതിനാണ്. അള്ളാഹുവേ, എല്ലാവരുടെയും ദാരിദ്ര്യത്തിന് നീ പരിഹാരം കാണണം. അതിൽ ദാരിദ്ര്യത്തിന് മതമില്ല, പട്ടിണിക്ക് മതമില്ല, ജാതിയില്ല. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നോക്കൂ, ലോകം യുദ്ധത്തിലാണ്. തമ്മാടികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ദശകോടിക്കണക്കിന് ഡോളറുകളാണ് ചുട്ടുചാമ്പലാക്കി മനുഷ്യരെ നശിപ്പിക്കാൻ. ഗവേഷണങ്ങളും പഠനങ്ങളും അതിനാണ്. മനുഷ്യരെ കൊന്നൊടുക്കാൻ, നാഗരികതകളെ ചാമ്പലാക്കാൻ, മനുഷ്യന് ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ നന്മകളെ ഇല്ലായ്മ ചെയ്യാൻ ദശകോടിക്കണക്കിന് ഡോളറുകൾ ചിലവിടുക. യഥാർത്ഥത്തിൽ ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്, അതിന്റെ 4-1 ലോകത്തിന്റെ ദാരിദ്ര്യം പരിഹരിക്കാൻ പറ്റും. മനുഷ്യരെ വിഭാഗങ്ങളാക്കി വർഗീയമായി വേർതിരിച്ചു മനുഷ്യരെ പോരടിപ്പിച്ചു, ജന്മത്തിൽ മഹത്വം കൽപ്പിച്ചു മനുഷ്യരെ വിവേചനത്തിലൂടെ നയിക്കുന്ന ഒരു നാഗരികത അഭിശപ്തമാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിന്നവർ അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലേക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാൻ അന്വേഷിച്ചതിനെപ്പറ്റി പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രീം ജഡ്ജി പറയുകയാണ്, ഇവിടുത്തെ യുവാക്കൾ അവർക്ക് പണിയില്ല, അവർ പാറ്റകളെ പോലെയാണ്, കൂറകളെ പോലെയാണ്. അതിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ വർഗീയത നിന്ന് വിഭാഗീയത വിതച്ച് വംശീയത കുടിപ്പിച്ച് അത് തന്നെ തീറ്റിപ്പിച്ച് മനുഷ്യരെ പരസ്പരം അടിപ്പിച്ച് പോയാൽ പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരിക തന്നെ വേണം. ഒരു തിരുത്തൽ ശക്തി അവരാവശ്യപ്പെടണം. നാട്ടിൽ സമാധാനമുണ്ടാകണം. നാട്ടിലെ ജീവിത വിഭവങ്ങൾ
നീതിപൂർവ്വം വിഭജിക്കപ്പെടണം. മാനവരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ബലിപെരുന്നാളിന്റെ ഈദുൽ അദ്ഹയുടെ സന്ദേശമാണത്. നമ്മൾ സന്തോഷിക്കുന്ന ദിനമാണ്, സന്തോഷം പങ്കുവെക്കുന്ന ദിനമാണ്, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ദിനമാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ദിനമാണ്, മനുഷ്യരെ അടുപ്പിക്കുകയും ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് ചേർക്കുകയും ചെയ്യുന്ന ദിനം. എല്ലാം അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ മഹാസാഗരമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം സദൂം പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് ദഅവത്ത് നടത്തി. ആ ജനത നന്നായില്ല. താന്തോന്നികൾ, ലൈംഗിക ദുരാചാരങ്ങൾ, പുരുഷനെ വിവാഹം കഴിക്കുന്ന നീചമായ പ്രവർത്തനങ്ങൾ അവർ വിരമിക്കുന്നില്ല. അവസാനം പടച്ച തമ്പുരാൻ അവരെ ശിക്ഷിക്കാൻ പോകുന്ന രംഗം. അവരെ ഇന്നത്തെ ചാവുകടൽ നിലനിൽക്കുന്ന ആ പ്രദേശം, ഭൂമിയെ തലകീഴായി മറിക്കാൻ പോകുന്ന മലായിക്കത്തുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തുകൂടി കടന്നു പോകുന്ന രംഗം പറയുന്നുണ്ട് ഖുർആൻ. അവരെ വരുന്നത് കണ്ടപ്പോ, ആളുകളുടെ മനുഷ്യരുടെ കോലത്തിൽ വന്നപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വിരുന്നൊരുക്കി. അവരെ സൽക്കരിക്കാൻ വേണ്ടി നോക്കി. അവര് ഭക്ഷണം കഴിക്കുന്നില്ല. മലായിക്കത്തുകൾ ഭക്ഷണം കഴിക്കരുത്. അപ്പോ പരിഭ്രമമായി ഇതെന്താണ്? അപ്പോ മലായിക്കത്തുകൾ ആദ്യം ചെയ്യുന്നത് വലിയ സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു മകൻ, രണ്ടാമത്തെ മോൻ ഇസ്ഹാഖ് ജനിക്കാൻ പോകുന്നുണ്ട്. ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. കിഴവിയാണ്, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മക്കളോ? അല്ലാഹുവിന്റെ തീരുമാനമാണ്. വലിയ സന്തോഷമായി അവർക്ക്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകുന്നത് ലൂത്തിന്റെ ജനതയിലേക്കാണ്. അവരെ ശിക്ഷിക്കാൻ, അവരെ നശിപ്പിക്കാൻ അല്ലാഹു ഓർഡർ ഇട്ടിരിക്കുന്നു. കാരുണ്യം കടലാണല്ലോ പടച്ച തമ്പുരാൻ. ആ പടച്ച തമ്പുരാൻ ശിക്ഷിക്കാൻ ഓർഡറിട്ട ആ ജനതയ്ക്ക് വേണ്ടി ഇബ്രാഹിം വാദിക്കുകയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ഫലമ്മാ ജാഅത്തുൽ ബുശ്റ ഫലമ്മാ ദഹബ അൻഹു റൗ വജാഅത്തുൽ ബുശ്റ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത് ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഉൻ മുനീബ്. അദ്ദേഹത്തിന് മലക്കുകളെ മനസ്സിലാവുകയും പരിഭ്രാന്തി വിട്ടകലുകയും സന്തോഷ വാർത്ത വന്നണയുകയും ചെയ്തപ്പോ, ഈ വിവരം പറഞ്ഞപ്പോ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുകയാണ് ഇബ്രാഹിം. പടച്ചവനെ കൊല്ലല്ലേ, നശിപ്പിക്കല്ലേ, ഞങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ. നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കുക? കൊടുംദ്രോഹികൾ, താന്തോന്നികൾ, തെമ്മാടികൾ. ഇത് കണ്ടാൽ തോന്നും രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി, അല്ലാഹുവിനേക്കാളിന്റെ അപ്പുറത്തൊരു കാരുണ്യോ. ആ തർക്കം കുറച്ച് കൂടുതലായി എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അല്ലാഹു അവിടെ തിരുത്തുകയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഉൻ മുനീബ്. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഇബ്രാഹിം ഏറെ പക്വമതിയാണ്, തന്റേടിയാണ്. ഇബ്രാഹിം അങ്ങേയറ്റത്തെ ദയാലുവാണ്. ഇബ്രാഹിം തരളിതമായ മനസ്സിന്റെ ഉടമയാണ്. ഇബ്രാഹിം അല്ലാഹുവിലേക്ക് ഏറെ പക്ഷാതാപിച്ച് മടങ്ങുന്നവനാണ്. അഹന്ത കൊണ്ടോ ഈഗോ കൊണ്ടോ അഭിമാനം കൊണ്ടോ പറഞ്ഞതല്ല ഇബ്രാഹിം. നമ്മോട് പറയുകയാണുള്ള നിങ്ങളുടെ വഴി ഇതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഭാഗ്യമുള്ളൊരു ജനതയാണ്.
ശാന്തപുരം മഹല്ലിലെ നിവാസികളാണ് നമ്മൾ. അതുതന്നെയും അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ മുൻഗാമികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒരർത്ഥത്തിൽ ഈ അജണ്ടകളിലൂടെ നമ്മുടെ മഹല്ലിന്റെ അജണ്ട നാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷേമമുള്ള ഒരു നാടുണ്ടാകണം, സമാധാനമുള്ള ഒരു നാടുണ്ടാകണം, വിജ്ഞാനമുള്ള ഒരു നാടുണ്ടാകണം. തഅലീം തസ്കിയ നമ്മൾ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിവ് തേടി നമ്മുടെ നാടുകളിലേക്ക് മക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അത് നന്നായി ഉപയോഗപ്പെടുത്തണം. LKG മുതൽ PG വരെ നമുക്ക് സംവിധാനങ്ങളുണ്ട്. നോളേജ് സിറ്റി വരുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പിന്തുണയും അതിനോടൊപ്പം ഉണ്ടാകണം. നമ്മളിപ്പോ മഹല്ലിൽ പുതിയ നേതൃത്വവും സംവിധാനവും എന്ന സമയമാണിത്. എല്ലാ തലത്തിലും നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരിക്കുന്നുണ്ട്. മഹല്ല് കൗൺസിലർമാർ, നിങ്ങൾ പള്ളി പരിപാലനത്തിന്റെ, മസാജിദുകളുടെ, അതുമായി ചുറ്റുപറ്റിയുള്ള നേതൃത്വമാണ് നോക്കണം. കൂടുതൽ മുത്തഖീങ്ങളായി തീരാൻ, നമസ്കാരത്തിന് നിഷ്ഠയുള്ളവരായി തീരാൻ, സക്കാത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരായി തീരാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകുന്നതിൽ നിങ്ങൾ നേതാക്കന്മാർ മുൻപന്തിയിലുണ്ടാകണം. അവര് മഹല്ലിലെ നിവാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ ICHS ഇസ്ലാമിയ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അത് കുറെ കൂടി മെച്ചപ്പെടുത്തണം. അതിന്റെ അക്കാഡമിക് നിലവാരം, അതിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അംഗീകാരമുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം വഴിവിട്ട് പോയിക്കൂടാ. മഹല്ലത് കാര്യഗൗരവത്തിൽ ഏറ്റെടുക്കുകയും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ മക്കളെ അതുമായി ബന്ധപ്പെടുത്തണം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളും കൂടി നൽകുന്ന ഒരു സംവിധാനമായി അത് നിലകൊള്ളണം. അതിന്റെ കാര്യത്തിൽ സവിശേഷമായ ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സക്കാത്ത് സംവിധാനം നിങ്ങൾക്കറിയാം, സംഘടിത സക്കാത്ത് സംവിധാനം. അതിലൂടെ നാം ധാരാളം കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചികിത്സാ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ സഹായങ്ങളുണ്ട്. അതുപോലെ ഓരോ വർഷവും മഹല്ലിൽ വീടില്ലാത്ത ഏറ്റവും അർഹരായ 4 കുടുംബങ്ങൾക്ക് നമ്മൾ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് സംഘടിത സക്കാത്തിന്റെ മഹിതമാണ്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി അതിൽ നമുക്ക് ഫണ്ടുണ്ടായി തീർന്നാൽ കുറെ കൂടി അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ മഹല്ലിലെ അയൽക്കൂട്ടായ്മയുണ്ടല്ലോ, സഹായി ശാന്തപുരം, നിങ്ങൾക്കറിയാം 1,60,50,000 രൂപയോളം അതിൽ നിന്ന് പലിശയില്ലാതെ ലോൺ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ്, എല്ലാവരുടെയും ഫണ്ടുപയോഗിച്ച് ചെയ്യുന്നതാണ്. വളരെ വ്യവസ്ഥാപിതമായി, വളരെ സുതാര്യമായി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കണം. കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ ഇങ്ങനെ 1,60,50,000 രൂപയൊക്കെ പലിശരഹിതമായി വായ്പ കൊടുക്കുമ്പോൾ അതൊരു ഉപഭോഗ സംസ്കാരം, അനാവശ്യമായ ചിലവുകൾക്ക് കാരണമായി തീരും എന്നൊരു അഭിപ്രായം വളരെ ഗൗരവപൂർവ്വം ഉയർത്തപ്പെടുകയുണ്ടായി. ശ്രദ്ധിക്കണം നമ്മളത്. അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് ദുർവ്യയമരുത്, അനാവശ്യങ്ങൾ അരുത്. ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്, അനാവശ്യങ്ങളുണ്ട്. ആ അത്യാവശ്യങ്ങൾ അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഊന്നൽ വേണ്ടത്. അനാവശ്യങ്ങൾ പാടില്ലാത്തതാണ്. ആവശ്യങ്ങൾക്കും നാം
കടം വാങ്ങാതിരിക്കുകയാണ് ചെയ്തിരിക്കേണ്ടത്. പെൻഡിങ്ങിൽ വെച്ചും കുറച്ച് നീട്ടിയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മഹല്ലിന്റെ സർവതോന്മുഖമായ വളർച്ചയിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്ലസ്റ്റർ സംവിധാനം. ആ സംവിധാനം നമ്മൾ നിലവിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ. വലിയ ലക്ഷ്യങ്ങളാണ് അത് നമുക്കുള്ളത്. മഹല്ലിന്റെ തർബിയ തസ്കിയത്തിൽ അതിന് പങ്കുവഹിക്കണം. മഹല്ലിലെ ആഭ്യന്തര കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ അത് പങ്കുവഹിക്കണം. മഹല്ലിന്റെ സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും അർഹരായ ആളുകൾക്ക് എത്തിച്ചേർക്കുന്നതിൽ അത് പങ്കുവഹിക്കണം. മഹല്ലും ഈ നാട്ടിൽ ഏതാണ്ട് 5000-ലേറെ വരുന്ന മഹല്ല് നിവാസികളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ അതിന് നേതൃത്വം നൽകാൻ പറ്റണം. 200-ലേറെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരതിനുണ്ട്. അവരൊക്കെയും ആ കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധയുണ്ടാകണം. പടച്ച തമ്പുരാൻ അവന്റെ ദീനിന്റെ മാർഗത്തിൽ സമ്പൂർണ്ണ സമർപ്പിതരായി തീരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മൾ ഈ ഈദുൽ അദ്ഹയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അടുത്ത ഈദുൽ അദ്ഹയിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാം പരലോക യാത്രക്ക് തയ്യാറാവുക. യഥാർത്ഥത്തിലുള്ള യാത്ര അതാണ്. ഇന്നി ലാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതയാത്രയെപ്പറ്റി പറഞ്ഞതുപോലെ ജീവിതയാത്ര റബ്ബിന്റെ ഹിദായത്തിലാണ്. ജീവിതയാത്ര ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ളതാണ്. നമ്മുടെ മനസ്സുകൾ ഹലീമായി തീരണം, പക്വമതികളായി തീരണം, തെറ്റേടികളായി തീരണം, വിവേകമുള്ളവരായി തീരണം. നമ്മുടെ മനസ്സുകൾ ദയാലു, വിട്ടുവീഴ്ച ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കുന്നവർ ആ മനസ്സിന്റെ ഉടമകളായി തീരണം. അല്ലാഹുവിലേക്ക് പരളിതമായി തീരുന്ന മനസ്സിന്റെ ഉടമകളാകുക. അങ്ങനെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുക. അല്ലാഹുവേ, ഞങ്ങളെ നീ അതിനനുഗ്രഹിക്കണേ തമ്പുരാൻ. പഠിച്ചവനെ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ തമ്പുരാൻ. നിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രബോധകരും പ്രവർത്തകരുമാക്കി തരണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നടത്തുന്ന പരിധി സ്വീകരിക്കണേ തമ്പുരാനെ. അതിന്റെ അന്തരാത്മാവ്, അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുന്നിൽ നടന്നവർ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വലിയൊരു വിഭാഗം നിന്റെ സന്നിധാനത്തിൽ എത്തിയിട്ടുണ്ട്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിൽ പലരും ഇന്ന് രോഗികളാണ്, അവശത അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വേണ്ടി അവർക്ക് ദീർഘായുസ്സും പൂർണ്ണമായ ആരോഗ്യവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഉമ്മത്ത് മുസ്ലിമയെ സത്യത്തിന്റെ പാതയിൽ ഏകീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനവും ശാന്തിയും നിലനിർത്തണേ തമ്പുരാനെ. രാജ്യത്തെ അതിന്റെ നന്മയിലൂടെ മുന്നോട്ട് നയിക്കാൻ ജനനായകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിച്ചവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, സാമ്രാജ്യത്വ ശക്തികളുടെ, സൈനിസ്റ്റ് ശക്തികളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തിയ നാഥ, അല്ലാഹുവേ, ആ പരാജയത്തെ നീ പൂർത്തീകരിക്കണേ തമ്പുരാനെ. അവരുടെ ശ്രമങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ബൈത്തുൽ മഖ്ദിസിനെ നീ വിമോചിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجمعنا في جناتك النعيم. اللهم اجمعنا في جنات الفردوس. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان. لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين 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 برحمتك.